അമേരിക്ക ഇന്ത്യക്കുമേൽ ആദ്യം പ്രഖ്യാപിച്ച 25% പകരം തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വരും. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്നലെ പ്രഖ്യാപിച്ച പിഴ തീരുവ ഓഗസ്റ്റ് 27-നാണ് നിലവിൽ വരിക. മറ്റ് പല രാജ്യങ്ങളും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യക്കുമേൽ മാത്രം അധിക തീരുവ ചുമത്തുന്നത് അന്യായമാണ് എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചെയ്തു. മധു കൊട്ടാരക്കര കഴിഞ്ഞ ദിവസങ്ങൾ പ്രഖ്യാപിച്ച് 25% അധിക തീരുവ ഇന്ന് ഉത്തരവായി ഇറങ്ങുന്നു. അതിനോടൊപ്പം ഇന്നലെ ഒരു ഇടുത്തി എന്ന വണ്ണം വീണ്ടും തീരുവ കൂട്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യ ഈ തീരുവയെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്? ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് ഇന്ത്യൻ നീക്കം? ഗുഡ് മോർണിംഗ് സുഹേൽ, റീജിത്ത്. ഇന്ന് ഇന്ത്യക്ക് റഷ്യൻ എണ്ണയുടെ പേരിൽ നിന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ചു. ഇതോടെ ഇന്ത്യ അമേരിക്ക ബന്ധം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ജൂലൈ 31-ന് ഇന്ത്യയുടെ സമ്പദ്ഘടന ചത്തതാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെയുള്ള ഈ തീരുവ യുദ്ധം രൂക്ഷമാക്കിയത്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 25% ചുങ്കത്തിന് പുറമെ 21 ദിവസം കഴിയുമ്പോൾ 25% കൂടി കൂട്ടി മൊത്തം ഒരു 50% ഒരു അധിക ചുങ്കമാണ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് ഈ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പറയുന്ന കാരണങ്ങൾ റഷ്യൻ ഫെഡറേഷന്റെ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുവാനാണെന്നാണ്. യുക്രൈന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് യുക്രൈൻ അധിനിവേശം റഷ്യ നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു ഓർഡറിലേക്കാണ് ഇന്ത്യ പോലൊരു രാജ്യത്തെ വലിച്ചഴച്ചിരിക്കുന്നത്. ഇതിനായി റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നത് വഴി ഇന്ത്യൻ പണം ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഈ 25% അധിക ചുങ്കം പിഴ രൂപത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 21 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരുന്നതെന്ന് പറയപ്പെടുന്നു. ഇന്ത്യ ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രതികരണം ഇത് ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ വരുന്നത്. ഇന്ത്യ പറയുന്നത് അന്യായം, അതുപോലെ ഇത് അനീതിയാണ്, യുക്തിരഹിതമാണെന്നാണ് പറയുന്നത്. തന്നെയുമല്ല, രാജ്യ താല്പര്യം സംരക്ഷിക്കുവാൻ ഏതറ്റം വരെ പോകുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഇന്ന് ഈ ആപ്പിളിന്റെ CEO ടിം കുക്കുമായിട്ട് വൈറ്റ് ഹൗസിൽ ഒരു വലിയ പ്രോജക്ട്, 100 ബില്യന്റെ ഒരു പ്രോജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 600 ബില്യൺ വരും വർഷങ്ങളിൽ ആപ്പിൾ പുറം രാജ്യങ്ങളിലേക്കുള്ള ജോലികളൊക്കെ അമേരിക്കയിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. അതിനുശേഷം വൈറ്റ് ഹൗസിൽ ഉച്ചകഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയുടെ കാര്യം എടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അടുത്ത 8 മണിക്കൂറുകൾ നിർണായകമാണ് ഈ വിഷയത്തിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം ഘട്ട ഉപരോധങ്ങളെ പറ്റിയും ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുകയാണെന്ന് നമുക്കറിയാം. അതുപോലെ അജിത് ഡോവലും റഷ്യയിലേക്ക് പോകുന്നു. തൊട്ടു പിന്നാലെ S ജയശങ്കറും റഷ്യയിലേക്ക് പോകുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപും പുടിനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആദ്യമായിട്ട് രണ്ടാം ടൈമിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ബ്രസീൽ പ്രസിഡന്റാണ് വളരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യയുടെ അതേ രീതിയിൽ 50% അധിക ചുങ്കം നേരിടുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ലൂല ഡാ സിൽവ പറയുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിക്കണം ഇതിനെതിരെ. മോദിയും ഷി ജിൻപിങ്ങും ബ്രസീലുമായിട്ടുള്ള ഒരു സംയുക്ത പ്രസ്താവനയ്ക്കായിട്ട് ബ്രസീൽ പ്രസിഡന്റ് തയ്യാറെടുക്കുകയാണ്. വിജിത്, സുഹേൽ. അധിക തീരുവയിൽ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒപ്പിടും. ഏകദേശം 28-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 28 മുതലെങ്കിലും ഈ അധിക തീരുവ പ്രാബല്യത്തിൽ വരും. എന്തായാലും ഇതിന് പുറമെ ഒരു 25% തീരുവ കൂടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പകരമായി അമേരിക്ക ചുമത്തിയിട്ടുണ്ട്. ഇതും പിന്നീട് ഉത്തരവായി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.